യന്ത്ര സംവിധാനങ്ങളും മുഴുവൻ ഉണ്ടായിട്ടുള്ളത് മനുഷ്യർ നടത്തിയിട്ടുള്ള നിരന്തരമായ പഠനങ്ങളുടെയും നിരന്തരമായ ഗവേഷണങ്ങളുടെയും നിരന്തരമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഫലമായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ സ്കൂളിലേക്ക് വരുന്നത്, നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് വെച്ചാൽ, നാം ജീവിക്കുന്ന ലോകത്തെ കഴിഞ്ഞ കാലത്തിലേക്ക് നിന്നും മെച്ചപ്പെട്ട ഒരു ലോകമായി, മെച്ചപ്പെട്ട ഒരു സമൂഹമായി, മെച്ചപ്പെട്ട ഒരു ജീവിതാവസ്ഥയായി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മളെ സജ്ജരാക്കാൻ ആവശ്യമായിട്ടുള്ള വിജ്ഞാനം സമ്പാദിക്കാനാണ്. ടെലിവിഷൻ കാണുന്നവരാണ് എല്ലാ ആൾക്കാരും. ടെലിവിഷനിൽ ഈ കാലത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരസ്യങ്ങളിൽ ഒന്ന്, ഒരു ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ താമസം ചെയ്യുകയാണ്. നമ്മൾ പഠിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയല്ല. നമ്മൾ മനുഷ്യ സാധ്യമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുവാനുള്ള ശേഷിയുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. നിങ്ങൾ ഓരോരുത്തരും നമ്മൾക്ക് നേരെ എന്ത് കാര്യം നമ്മൾക്ക് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സാധ്യമാവാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ ഒരാളെ പോലെ എന്നും പറയാനും പറ്റില്ല. അന്നൊരു പ്രതീക്ഷയൊന്നും ഇല്ലാത്ത ഒരു മകനായിട്ട് എന്നെയും ഇവിടെ ഈ മുറിയിൽ എൻ്റെ ഭാഗ്യത്തിൽ കൊണ്ടുചേർത്തത് ഈ വിദ്യാലയത്തിലായതുകൊണ്ട് എനിക്ക് നമ്മുടെ സ്കൂളിലെ പൂർവ്വ അധ്യാപകനായ ശ്രീ ടി അശോകൻ മാസ്റ്റർ സംസാരിക്കും.